ഹായ് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം നിങ്ങൾ ടൈറ്റിലും തംബ്നെയിലും കണ്ടതുപോലെ തന്നെ ഒരു റേപ്പിസ്റ്റിൻ്റെ മൈൻഡ് സെറ്റിനെ കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ എന്ത് കാരണത്താലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നുള്ളത്. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് പറയേണ്ട കാര്യമില്ല. കൊൽക്കത്തയിൽ നടന്ന അതിദാരുണമായിട്ടുള്ള റേപ്പ്, ആ റേപ്പിനെ തുടർന്നുള്ള സംഭവ വികാസങ്ങളെല്ലാം ഇപ്പോൾ അതിൻ്റെ അന്വേഷണങ്ങളും അതിൻ്റെ അപ്ഡേറ്റ്സും ഒക്കെ നമ്മൾ അറിയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ വഴിയും ന്യൂസ് പ്ലാറ്റ്ഫോംസ് വഴിയും. ഞാൻ ഈ റേപ്പിസ്റ്റിൻ്റെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ഒരു മേഖലയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമവശങ്ങളും ഇതിൻ്റെ സൊല്യൂഷൻസും ഇതിൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ മുമ്പും ഈ ചാനലിൽ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇതൊരു സീരീസ് വീഡിയോസായിട്ട് ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ സീരീസിലെ ആദ്യത്തെ വീഡിയോ ആയിരിക്കും ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു റേപ്പിസ്റ്റിൻ്റെ മൈൻഡ് സെറ്റും അതിനൊപ്പം തന്നെ എന്തുകൊണ്ടാണ് ഈ റേപ്പിന് ഉണ്ടായി വരുന്നത്, അല്ലെങ്കിൽ ഈ റേപ്പ് കൾച്ചറിൻ്റെ റൂട്ടായിട്ടുള്ള കാര്യം, മൂലകാരണം എന്താണ് എന്നുള്ളതും, പിന്നെ നാളത്തെ ഫ്യൂച്ചറിലേക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്നും ഒരു സൊല്യൂഷൻ കൃത്യമായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതിന് വേണ്ടിയിട്ട് സൊല്യൂഷൻ ഓറിയൻറ്റഡ് തിങ്കിങ് ഈ ഒരു കാര്യത്തിൽ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഫേമസ് ആയിട്ടുള്ള സൈക്കാട്രിസ്റ്റ് ജെയിംസ് എ ബ്രൂസലിൻ്റെ ഒരു കോട്ടുണ്ട്: ഒരു ആൺകുട്ടിയും ഒരു റേപ്പിസ്റ്റായിട്ട് ജനിക്കുന്നില്ല, പക്ഷേ ജീവിച്ചിരിക്കുന്ന എല്ലാ ആൺകുട്ടികളും ഒരു പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റാണ് എന്നുള്ളത്. ഒരു റേപ്പിസ്റ്റിൻ്റെ മൈൻഡ് സെറ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇയാൾ റേപ്പ് ചെയ്യുന്നത്, അയാൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പല സ്റ്റഡീസും ലോകത്താകമാനം ഇതുവരെ നടന്നിട്ടുണ്ട്. ക്രിമിനൽ സൈക്കോളജിസ്റ്റുകളും ഈ പറയുന്ന പോലെ വളരെ ഒരുപാട് റേപ്പിസ്റ്റുകളുടെ കേസസ് എടുത്തു വെച്ച് പരിശോധിച്ച് അത് പഠിച്ച് എംപിരിക്കലായിട്ടുള്ള എവിഡൻസ്, സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് ഈ കാര്യങ്ങളിലുണ്ട്. ഏറ്റവും പ്രധാനമായ ഒരു റേപ്പിസ്റ്റ് റേപ്പ് ചെയ്യുന്നത് സ്ത്രീകളിൽ സ്ത്രീകൾക്ക് മേലെ പവറും കൺട്രോളും എടുത്തുകൊണ്ട് അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റേപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം ഒരു റേപ്പിസ്റ്റ് ടൂളായിട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടില്ലേ, കമ്പാരിറ്റീവ്ലി ബെറ്റർ എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിൽ തന്നെ എന്തുമാത്രമാണ് സ്ത്രീകളെ ബ്ലെയിം ചെയ്യുന്നതെന്ന്. പലപ്പോഴും ഇത്തരത്തിലുള്ള റേപ്പ് കേസ് വരുമ്പോഴും ഇത്തരത്തിലുള്ള ആൾക്കാർ പെട്ടെന്ന് നല്ലവരായി മാറുന്നതും അവർ പെട്ടെന്ന് റേപ്പിസ്റ്റിനെ എതിരെ പറയുന്നതും ഇവൻ്റെയൊക്കെ അത് കട്ടിയണം ഇത് കട്ടിയണം എന്ന് പറയുന്നതും ഗൾഫിലെ നിയമങ്ങളൊക്കെ ഇവിടെയും കൊണ്ടുവരണം, സ്ട്രിക്റ്റ് ആക്കണം, അങ്ങനെയുള്ള പലതരം മുതലക്കണ്ണീരുകളും വിക്ടിമിന് ഒപ്പമാണെന്നുള്ള അഭിനയങ്ങളും ഒക്കെ ഈ സമയത്ത് നമുക്ക് ഒരുപാട് പേരിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ ആൾക്കാർ തന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും പ്രളയം വന്നപ്പോൾ സ്ത്രീകൾ എവിടെയായിരുന്നു, ബസ്സിൽ റിസർവേഷൻ കൊടുക്കുന്നത്, ഈക്വാലിറ്റി എങ്ങനെയാണ് ആകുന്നത്, ഇന്ത്യയിലെ നിയമ സംവിധാനം അനുസരിച്ച് എല്ലാ സ്ത്രീകൾക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് ഇന്ത്യയിലുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഒരു ഫെമിനിസത്തിൻ്റെ ആവശ്യമില്ല. ഒരു പൊതുവേദി വെച്ചൊരു സ്ത്രീയെ പരസ്യമായിട്ട് സെക്ഷലി ഹരാസ് ചെയ്ത ഒരാളെ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ കൊണ്ട് നടക്കുന്ന നാടാണ് നമ്മുടെ കേരളം. ഇയാളെ പണ്ട് ബസ്സിക്കാർ ജാക്കി വെച്ചു എന്ന് പറയുന്നത് ലൈംഗിക അതിക്രമമല്ല, ഇത് നോർമലായിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിലും ഇയാളെ പോക്കിക്കൊണ്ട് നടന്ന നാട്ടുകാരാണ് ഇവിടെ ഉള്ളത്. കുറച്ചു കാലം മുമ്പ് തന്നെ ഒരു ബസ്സിൽ ഒരു പെൺകുട്ടിക്കെതിരെ നടന്ന അതിക്രമം, ആ പെൺകുട്ടിക്ക് മുമ്പിൽ വെച്ച് മാസ്റ്റർബേറ്റ് ചെയ്തതിനെതിരെ ആ പെൺകുട്ടി പരാതി പറഞ്ഞപ്പോൾ ഇവിടെ സൈബർ സ്പേസുകളിലെല്ലാം ആ പെൺകുട്ടിക്കെതിരെ ആക്രമണം ഉണ്ടാവുകയും ആ പെൺകുട്ടി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകൾക്കെതിരെ എല്ലാം ആക്രമിക്കുകയും അവരുടെ സൈബർ അറ്റാക്ക് ചെയ്യുകയും ഈ വ്യക്തിയെ, ഈ ഇത്തരം ഒരു ഹീനകൃത്യം ബസ്സിൽ വെച്ച് നടത്തിയ ആ വ്യക്തിയെ പൂവിട്ട് സ്വീകരിച്ചുകൊണ്ട് പൊക്കിക്കൊണ്ട് നടന്ന ആൾക്കാരാണ് മലയാളികൾ എന്നുള്ളത് മറന്നു പോകാനേ പാടില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇത്തരം ഹീനകൃത്യങ്ങൾ ചെയ്യുന്നവരും ഇത്തരം ഹീനകൃത്യങ്ങൾ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നവരും ഏറ്റവും കൂടുതൽ കാണിക്കുന്ന രണ്ട് ട്രെയ്റ്റ്സ് ആണ്. ഒന്ന്, എമ്പതി ഇല്ലായ്മയും സ്ത്രീകൾക്ക് മുന്നിൽ കൺട്രോളും പവറും എടുക്കാനുള്ള ഇവരുടെ ശ്രമവും. പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ സ്ത്രീവിരുദ്ധത ഓൺലൈൻ സ്പേസുകളിൽ പറയുന്നവരും ഈ പറയുന്ന റേപ്പിസ്റ്റുകളെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ളവരും പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇവരെപ്പോഴും വിക്ടിം ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും. ഈ വിക്ടിമിനെ ആയിരിക്കും ഇവരെപ്പോഴും ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുക. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പിറകിലുള്ള നമ്പർ 1 റീസണാണ് കോഗ്നിറ്റീവ് ഡിസൊണൻസ്. കാരണം ഇത്തരം ആൾക്കാർക്ക് ഒരു സെക്ഷുവൽ എൻറ്റൈറ്റിൽമെൻ്റ് ഉണ്ട്. അവർ വിചാരിക്കുന്നത് അവർക്ക് കൺസെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല, സെക്സ് എന്ന് പറയുന്നത് അവരുടെ റൈറ്റ് ആണ്, അവർക്ക് എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും സെക്സ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് റേപ്പിസ്റ്റുകൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പഠനങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ എവല്യൂഷൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. ബയോളജി പഠിച്ചാൽ ഇതൊക്കെ മനസ്സിലാവും. സമൂഹമാണ് ഒരു ആളിനെ ഇങ്ങനെ ആക്കുന്നത്, അല്ലെങ്കിൽ ഇയാളൊരു മൃഗമാണ്, ഒരു മോൺസ്റ്ററസ് ആയിട്ടുള്ള മനുഷ്യനാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ റേപ്പിനെ ന്യായീകരിക്കുന്ന എക്സ്ക്യൂസുകളാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം പാട്രിയാർക്കി കൊടുക്കുന്ന പ്രിവിലേജുകളും സ്ത്രീകൾക്കെതിരെയുള്ള മിസോജിനിയുമാണ്. സ്ത്രീകൾക്കെതിരെ മുൻവിധിയോടുകൂടിയുള്ള സംസാരങ്ങൾ, വളരെ ഡീപ്പ് സീറ്റഡ് ആയിട്ടുള്ള ഹേറ്റഡ്, ഇതെല്ലാം ആണുങ്ങൾക്കിടയിലുണ്ട്. സ്ത്രീകൾ ഇൻഡിപെൻഡൻ്റ് ആകുന്നത്, ട്രഡീഷണലിൽ നിന്നും മാറി നടക്കുന്നത്, അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വസ്ത്രം ധരിക്കുന്നത്, അവർ സ്വന്തമായി വിദ്യാഭ്യാസം നേടി സ്വന്തമായി ഇൻഡിപെൻഡൻ്റായി സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ തുടങ്ങിയാൽ അവരെത്ര വിദ്യാഭ്യാസം നേടിയാലും അവരെക്കാൾ മിടുക്കനാണ് വഴി കൂടെ കള്ളു കുടിച്ചുകൊണ്ട് നടക്കുന്ന ഒരുത്തൻ എന്ന് പറയുന്ന സ്വഭാവമാണ് അത്തരം ഡീപ്പായിട്ടുള്ള മിസോജിനിയും
ചിന്തയും അത്രയും ഡീപ്പായിട്ടുള്ള സ്ത്രീവിരുദ്ധതയും കാണിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലുള്ള ബഹുഭൂരിപക്ഷം ആൾക്കാർ. ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു ദിവസം 90 റേപ്പുകൾ ഇന്ത്യയിൽ നടക്കുന്നു എന്ന് പറയുന്നത്. ഈ 90 റേപ്പ് കേസുകൾ എന്ന് പറയുന്നത് ഒരു ദിവസം ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യാതെ വരുന്ന എത്രയോ കണക്കിന് കേസുകളുടെ ഒരു അംശം മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. കാരണം 99% ഫാമിലികളിൽ നടക്കുന്ന റേപ്പ് കേസുകൾ, അതായത് മറ്റ് രാജ്യങ്ങളിലെല്ലാം ഫാമിലിക്കകത്ത് കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ടുള്ള ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയ്ക്കുണ്ടാകുന്ന റേപ്പ്, അല്ലെങ്കിൽ ഭാര്യയുടെ കൺസെൻ്റ് ഇല്ലാതെ ഭർത്താവ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന നാർസിസിസ്റ്റുകൾ ചെയ്യുന്ന ലൈംഗികമായുള്ള വൈകൃതങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത കേസുകൾ 99% എന്നാണ് സ്റ്റഡീസിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി നോക്കുകയാണെങ്കിൽ ഒരു ദിവസം എത്രത്തോളം കേസുകളാണ് ഉണ്ടാകുന്നത് എന്നുള്ളതിന് അല്ലെങ്കിൽ അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള സംഖ്യ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ തല പൊട്ടിത്തെറിച്ചു പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രധാനമായിട്ടും ഹൈലി പാട്രിയാർക്കലായിട്ടുള്ള സൊസൈറ്റിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഹൈലി പാട്രിയാർക്കലായിട്ടുള്ള സൊസൈറ്റിയിൽ ജനിച്ചു വീഴുന്ന ഓരോ പെൺകുട്ടിയും കൺട്രോൾ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് പാരൻസിൻ്റെ അടുത്ത് നിന്ന് തന്നെ. പലപ്പോഴും ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ തന്നെ അവരെ അടുത്ത ഈ ലോകത്തേക്ക് പ്രിപ്പയർ ചെയ്യിക്കാൻ വേണ്ടി, ഇത്തരം ആൾക്കാർക്കിടയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രാപ്തരാക്കി അവരെ കണ്ടീഷൻ ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അങ്ങനെ കണ്ടീഷൻ ചെയ്ത് കൊണ്ടുവരുന്ന കുട്ടികൾക്ക് പലപ്പോഴും ചെറിയ പ്രായത്തിൽ തന്നെ ട്രോമാസും ഇങ്ങനെയുള്ള എക്സ്പീരിയൻസും പാരൻസിൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാവും. അതിനൊപ്പം തന്നെ ഇമോഷണലായിട്ടുള്ള, ഫിസിക്കലായിട്ടുള്ള, സെക്ഷലായിട്ടുള്ള അബ്യൂസ് നേരിടാത്ത ഒരു പെൺകുട്ടിയും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. പിന്നെ എങ്ങനെയുള്ള ഒരു ഇൻസിഡൻറ്റ് വന്നാലും എപ്പോഴൊക്കെ പെൺകുട്ടികളെ ഉപദ്രവിക്കുന്ന, പെൺകുട്ടികൾക്കെതിരെ ലൈംഗിക അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോഴും വിക്ടിം ബ്ലെയിമിംഗ് നടത്തുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടുകാർക്ക് വളരെ ഉന്മാദം നൽകുന്ന ഒരു പ്രവൃത്തിയാണ്. അവരെ വീട്ടുകാരുൾപ്പെടെ വിക്ടിം ബ്ലെയിമിംഗ് നടത്തുകയാണ് ചെയ്യുന്നത്. എന്തെന്ന് പറയുക, ഇപ്പോൾ നാട്ടിലുള്ള ഫേക്ക് ആയിട്ടുള്ള റേപ്പ് കേസ് റിപ്പോർട്ടിംഗ് പോലും ഒരു പെൺകുട്ടി മറ്റൊരു ആൺകുട്ടിയോട് ഒളിച്ചോടി പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടപ്രകാരം മറ്റൊരു വ്യക്തിയോട് പോയി കഴിഞ്ഞാൽ വീട്ടുകാർ തന്നെ കൊണ്ട് കേസ് കൊടുക്കാറുണ്ട്. പലപ്പോഴും വീട്ടുകാർക്ക് തന്നെ ദുർവിമാന കൊലയും അതുപോലെ ദുർവിമാന ആത്മഹത്യകളും ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള പാട്രിയാർക്കലായിട്ടുള്ള, ഹൈലി പാട്രിയാർക്കലായിട്ടുള്ള ഒരു സൊസൈറ്റിയും ഹൈലി മിസോജിനിസ്റ്റിക് ആയിട്ടുള്ള സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഒരു സൊസൈറ്റിയുടെയും റിഫ്ലക്ഷനാണ്. ഇതേ കാരണം കൊണ്ട് തന്നെ ഒരു കുട്ടിക്ക് റേപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ ഫാമിലിയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയും ഈ ഒരു ദുരഭിമാനവും കാരണം ഇവർ കേസ് റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്നും പലപ്പോഴും കുട്ടിയെ പിന്തിരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അതിന് ന്യായമായി പറയുന്നത് ഇതൊന്നും ശരിയുള്ള നടപടി ഉണ്ടാക്കാൻ പോകുന്നില്ല, ഇതൊന്നും കേസ് എടുത്തു കഴിഞ്ഞാൽ കേസ് നീണ്ടു പോകും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കേസ് പുറത്തു വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് മൊത്തം നാണക്കേടാണ്. ഇങ്ങനെയുള്ള കാരണങ്ങൾ പറഞ്ഞ് സ്ത്രീകളിൽ പ്രഷർ ചെലുത്തി ഈ കേസ് കൊടുക്കുന്നതിൽ നിന്നും സ്ത്രീകളെ പിന്നോട്ട് വലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എത്ര ഇൻഡിപെൻഡൻ്റായ, എത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീയാണെങ്കിൽ പോലും അവർക്ക് യാതൊരു രീതിയിലുള്ള സപ്പോർട്ടും ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ നിന്നും ഉണ്ടാവില്ല. കാരണം ഈ കേസുമായിട്ട് മുൻപോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഈ കേസ് അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഉണ്ടായ കുറച്ച് നാളുകളിൽ എല്ലാവരും കൂടെ സംസാരിക്കും, എല്ലാവരും പോസ്റ്റിടും പോകും എന്നുള്ളതല്ലാതെ പിന്നീട് ഈ സ്ത്രീക്ക് ഒരു തരത്തിലുള്ള സപ്പോർട്ടും ഒരു തരത്തിലുള്ള മുൻപോട്ടുള്ള യാത്രയിൽ, അവരുടെ ഹീലിംഗ് ജേണിയിൽ അവരുടെ കൂടെ നിൽക്കാൻ ആരും ഉണ്ടാവില്ല. സ്ത്രീയെ ഒരു സെക്ഷൽ ഒബ്ജക്റ്റായിട്ട് മാത്രം കാണുന്ന, ആണുങ്ങളുടെ ഡിസയേഴ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ഒബ്ജക്റ്റായി മാത്രം കാണുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി വേണ്ട ഒരു കാര്യമാണ് സെക്സ് എഡ്യൂക്കേഷനും ജെൻഡർ റോൾസിൻ്റെയും ജെൻഡർ ഇക്വാലിറ്റിയും പറ്റിയുള്ള എഡ്യൂക്കേഷൻ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളിൽ എത്തിക്കുക എന്നുള്ളത്. നമ്മുടെ സ്കൂളുകളിലും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെയും ഭാഗമായിട്ട് നമുക്ക് NGOസിനെ വെച്ച് വേണമെങ്കിലും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അവരെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ദിവസത്തിൽ ഒരു പീരീഡ് ഈ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി മാറ്റിവെക്കാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം പൂർണ്ണ പരാജയമാണ്. ഓൾറെഡി ഹരിയാനയിലെ ഒരു സ്കൂളിൽ ഇത്തരം ഒരു NGO ക്ലാസ് എടുക്കുന്നുണ്ട്. ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ ജെൻഡർ റോൾസിനെ കുറിച്ചും ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ചും ക്ലാസ് എടുത്തുകൊണ്ട് കുട്ടികൾ വ്യക്തമായിട്ടുള്ളൊരു മാറ്റം, പ്രകടമായിട്ടുള്ളൊരു മാറ്റം വരുത്താൻ തന്നെ ഈ ഒരു സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ സയൻറ്റിഫിക് സ്റ്റഡീസ് അടക്കം പറയുന്നത് എത്രയും നേരത്തെ നിങ്ങളുടെ കുട്ടികളെ ഈ കാര്യങ്ങൾ അറിയിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറ്റുമോ അത്രയും നേരത്തെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ കുട്ടികളെ കരാട്ടയും മാർഷ്യൽ ആർട്സും ഒക്കെ പെൺകുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് അതേ സമയത്ത് തന്നെ ആൺകുട്ടികളെ അതിൽ കൂടുതൽ ഇത്തരത്തിലുള്ള പ്രെഡേറ്റേഴ്സ് ആയിട്ടുള്ള നേച്ചറിൽ നിന്ന് മാറി നടക്കാനും അവർ ചെയ്യുന്ന കാര്യങ്ങളെ സാധാരണമായിട്ടുള്ള സംഭവമാണ് എന്ന് കരുതി അതിനെ പ്രാധാന്യത്തോടെ കാണാതെ, അതിനെതിരെ സംസാരിക്കാതെ, അല്ലെങ്കിൽ അതിനെതിരെയുള്ള കൃത്യമായിട്ടുള്ള വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കാതെ, അവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാതെ പിന്നെയും സ്ത്രീകൾക്കിലേക്ക് ഫോക്കസ് കൊടുക്കുകയും സ്ത്രീകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നത് വളരെ തെറ്റായിട്ടുള്ള രീതിയാണ്. സ്ത്രീകളടക്കം അത് ചെയ്യുന്നത് പാട്രിയാർക്കലായിട്ടുള്ള കണ്ടീഷനിങ് കൊണ്ടാണ്, വർഷങ്ങളായിട്ടുള്ള പാട്രിയാർക്കലായിട്ടുള്ള സൊസൈറ്റിയിൽ ജീവിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും അത് തിരിച്ചറിഞ്ഞ് ബ്ലെയിം ആണുങ്ങളിലും കൂടെ കൊടുക്കുന്ന രീതിയിലേക്ക് ആക്കുക. ഒരു പെൺകുട്ടി ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നടക്കാൻ തീരുമാനിച്ചാൽ അവൾ തേപ്പുകാരിയായി, താടകയായി. ഒരു ആൺകുട്ടിക്ക് എത്ര പെൺകുട്ടികളെ വേണമെങ്കിലും
ആരെങ്കിലും ഒരേ സമയത്ത് ഒരു റിലേഷൻഷിപ്പിൽ ഇരുന്നുകൊണ്ട് ചീറ്റ് ചെയ്താൽ പോലും ഇവിടെ ആരും ചോദിക്കാനോ അതിനെതിരെ ഒന്നും സംസാരിക്കാനോ വരില്ല. കാരണം ഇതൊക്കെ സർവ്വസാധാരണമായ വിഷയം. പഠിച്ച് 1ാം സ്ഥാനത്ത് എത്തണമെന്നും MDയിൽ ഗോൾഡ് മെഡൽ വാങ്ങിക്കണമെന്ന് തലേ ദിവസം ഡയറിയിൽ എഴുതിയിട്ട പെൺകുട്ടിയാണ് പിറ്റേ ദിവസം കൊല ചെയ്യപ്പെട്ടത്. ഇന്ന് ഈ സ്ത്രീക്ക് ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നാളെ എല്ലാ സ്ത്രീകൾക്കും ഇത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. സംഭവിക്കുമ്പോൾ നമ്മൾ അവരെ തന്നെ വിക്ടിം ബ്ലെയിം ചെയ്യും. ഈ പറയുന്ന റേപ്പിസ്റ്റിൻ്റെ നിന്നും അട്രോസിറ്റീസ് എല്ലാം ചെയ്യുന്ന ആണുങ്ങളിൽ നിന്നും മാറ്റി സ്ത്രീകളിലേക്ക് തന്നെ വിട്ടുകൊണ്ടിരിക്കും. അത് മാറേണ്ടതുണ്ട്, ഇനിയും മാറ്റേണ്ടതുണ്ട്. എപ്പോഴും ഈ നെറേറ്റീവ്സ് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ പാട്രിയാർക്കൽ പ്രിവിലേജിനെ പറ്റി ചോദ്യം ചെയ്യുമ്പോൾ ആ ഒരു കാര്യം മാറ്റി വിക്ടിമിലേക്ക് വിട്ടുകൊണ്ടിരിക്കുന്ന, വിക്ടിം ബ്ലെയിം ചെയ്യുന്ന, ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യുന്ന, നാർസിസ്റ്റിക് ആയിട്ടുള്ള, ടോക്സിക് ട്രൈറ്റ്സ് ഉള്ള, സ്ത്രീവിരുദ്ധരായിട്ടുള്ള ആണുങ്ങളെ കണ്ടെത്തുകയും അവരെ ഒറ്റപ്പെടുത്തുകയും ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. സ്ത്രീകൾക്ക് സേഫ്റ്റി ഉറപ്പുവരുത്തുക പുരുഷന്മാരുടെ കടമയാണ്. അവർ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതുണ്ട്, അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കേണ്ടതുണ്ട്. ആണുങ്ങൾക്കിടയിൽ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഓപ്പൺ ആയിട്ടുള്ള ഡിസ്കഷൻസ് ഉണ്ടാവണം. ഓപ്പൺ ആയിട്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടണം. എത്ര ഇൻഫ്ലുവൻസേഴ്സ് ആണ്, എത്ര യൂട്യൂബേഴ്സ് ആണ്, എത്ര മെയിൻ സ്ട്രീം മീഡിയസിലുള്ള എത്ര ജേർണലിസ്റ്റുകളാണ്, എത്ര ആൾക്കാരാണ് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുള്ളത് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. നിയമവും നിയമപാലകരും സ്ട്രിക്റ്റ് ആയിട്ട് ഈ കാര്യങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ലോ വീണ്ടും റീഇൻഫോഴ്സ് ചെയ്തിട്ട് കാര്യമില്ല. ഈ റീഇൻഫോഴ്സ് ചെയ്യുന്നതിനൊപ്പം തന്നെ വരുന്ന സ്ത്രീകൾക്ക്, മുന്നോട്ട് വരുന്ന സ്ത്രീകൾക്ക് അവർ വന്ന ഉടൻ തന്നെ അവർക്ക് കൃത്യമായിട്ടുള്ള പരിഗണനയും കൃത്യമായിട്ടുള്ള ശിക്ഷയും അവർക്കെതിരെ അബ്യൂസ് ചെയ്ത, ഈ സെക്ഷുവലായിട്ട് അസൾട്ട് ചെയ്ത ആൾക്ക് കിട്ടുമെന്നുള്ള ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ ആ ഒരു ഉറപ്പ് അവർക്ക് കൊടുക്കാൻ ഇതിന് കഴിയണം, നമ്മുടെ ഭരണ സംവിധാനത്തിൽ കഴിയണം. അല്ലാത്ത പക്ഷം ഇതെല്ലാം ഒരു ഫെയിലിയറാണ്. ഓൾറെഡി ഫെയിലായിട്ട് കിടക്കുന്ന ഈ സിസ്റ്റത്തെ നമ്മൾ മാറ്റിപ്പണിയണം, റീഇൻഫോഴ്സ് ചെയ്യണം. മെജോറിറ്റി ഓഫ് റേപ്പ് കേസുകളുടെ കണക്കെടുത്തിട്ടുള്ളപ്പോൾ 97% അത് ഈ പെൺകുട്ടിക്ക് അറിയാവുന്ന ഒരാളും കുടുംബത്തിലെ ഒരാളുമായിരിക്കും എന്നുള്ളതാണ് വളരെ ഞെട്ടിപ്പിക്കുന്നതായിട്ടുള്ളൊരു വസ്തുത. മറ്റൊരു പ്രധാനപ്പെട്ട അഭ്യർത്ഥനയുള്ളത്, നിങ്ങളൊക്കെ ഒരുപാടധികം ഇൻഫ്ലുവൻസേഴ്സിനെയും യൂട്യൂബേഴ്സിനെയും പലയധികം സോഷ്യൽ മീഡിയയിൽ പ്രമുഖരായിട്ടുള്ള വ്യക്തികളെയും ഇതുപോലുള്ള ആൾക്കാരെ, സ്ത്രീവിരുദ്ധത മാത്രം പറയുന്ന ആൾക്കാരെയും സെലിബ്രിറ്റികളായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട്. ഇപ്പോഴും അതിനെ പറ്റിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ദയവേത് നിർത്തണം. ഇങ്ങനെയുള്ള ആൾക്കാരെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കരുത്, അവരെ കൊണ്ട് നടക്കരുത്, അവരെ ആഘോഷിക്കരുത്. നാളെ നിങ്ങൾക്കെതിരെ ഒരു അതിക്രമം വരുമ്പോഴും ഇവർ ഒരക്ഷരവും മിണ്ടുകയില്ല. ഇവർ മുതൽ കണ്ണീർ ഒഴുക്കുക മാത്രമായിരിക്കും ചെയ്യുക. അവർ മുതൽ കണ്ണീർ ഒഴുക്കുക എന്നത് എന്നെ സംഭവിക്കുമോ എന്നുള്ളത് തന്നെ വളരെ അത്ഭുതമായിട്ട് നോക്കിക്കാണുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ഒരു വിഷയം വന്ന ശേഷം ഞാൻ പ്രതികരണങ്ങളൊന്നും കാര്യമായിട്ട് കണ്ടില്ല. വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ്, വളരെ ചുരുങ്ങിയ ആൾക്കാരാണ്. ഞാൻ പ്രതികരിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആൾക്കാർ മാത്രമാണ് പ്രതികരിച്ചിട്ടുള്ളത്. ബാക്കി എല്ലാവരും പ്രതികരിക്കാതെ, ഒരു വാക്ക് പോലും എഴുതാതെ, ഒരു പോസ്റ്റ് പോലും ഷെയർ ചെയ്യാതെ ഇരുന്ന ഒരുപാട് പേരെ, ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിനെ എനിക്കറിയാം. റേപ്പ് എപ്പോഴും പ്രിവെൻറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെപ്പോഴും മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം ഇതിൻ്റെ പിറകിലുള്ള സൈക്കോളജിയാണ്. റേപ്പുകൾ സംഭവിക്കുന്നതിന് സോഷ്യലായിട്ടുള്ള റൂട്ട് മനസ്സിലാക്കുക, മെയിൻ ആയിട്ടുള്ള കാരണം മനസ്സിലാക്കുക, മൂലകാരണത്തെ കൃത്യമായി പഠിക്കുക. ഒരുമിച്ച് പ്രയത്നിച്ചുകൊണ്ട് തന്നെ നമുക്ക് ജീവിച്ചിരിക്കുന്ന ഈ ചുറ്റുപാടിനെ ഒരു മെച്ചപ്പെട്ട രാജ്യമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാം. ശരിയായ രീതിയിൽ ശരിയായ ഡയറക്ഷനിൽ മാറ്റമുണ്ടാവാനും മാറ്റമുണ്ടാക്കാനും വാദിച്ചുകൊണ്ടിരിക്കുക, സംസാരിച്ചുകൊണ്ടിരിക്കുക. സെക്സ് എഡ്യൂക്കേഷനും ജെൻഡർ ഇക്വാലിറ്റിക്കും വേണ്ടി സംസാരിക്കുന്ന ഓർഗനൈസേഷൻസ് ഉണ്ട്, NGOs ഉണ്ട്. അത്തരം ഓർഗനൈസേഷനെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഷിഫ്റ്റ്, നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാറ്റിവെക്കുന്ന സമയം ഇത്തരം സംഘടനകളെ, ഇത്തരം ഓർഗനൈസേഷനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ കാര്യങ്ങൾ കൂടുതൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും മാറ്റിവെക്കുക. അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഡയറക്ഷനിൽ, ശരിയായിട്ടുള്ള ഡയറക്ഷനിൽ ചേഞ്ച് വരുത്താൻ വേണ്ടി നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് വിചാരിക്കുന്നു. 2 ദിവസം കൂടി കഴിയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഉടനെ തന്നെ ഈ വീഡിയോയുടെ 2ാം ഭാഗവും 3ാം ഭാഗവും ഞാൻ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.